PR വർക്കിനായി കോടികൾ പൊടിക്കുമ്പോഴും അതിന്റെ യാതൊരു പ്രയോജനവും കിട്ടാതെ പോകുന്ന ഗതികേടാണ് CPMനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിയിലേക്ക് നയിച്ചതിൽ PR പരാജയവും വലിയ പങ്കായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ മുദ്രാവാക്യവുമായി മറ്റാരുണ്ട് എന്ന വാക്കും CPM തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് സൂചനകൾ. ഇത്തരം PR പണികളിൽ നിന്നും CPM ഇനിയും പഠിച്ചിട്ടില്ല. VT സതീശനെ സഭയിൽ നേരിടാൻ നടത്തിയ ശ്രമങ്ങളും പാളുകയാണ്. അത് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ കോന്നി MLA ജനീഷ് കുമാറിന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും പ്രകടനം. മുൻപൊരിക്കൽ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒരുമിച്ച് UDF സർക്കാരുകളുടെ കാലത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഇടത് പ്രചാരണങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. ഇതിന് അന്ന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. ഇതേ മാതൃകയിലായിരുന്നു ജനീഷ് കുമാറും മുഹമ്മദ് റിയാസും ചേർന്നുള്ള വീഡിയോ തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി VT സതീശൻ പുറത്തിറക്കിയ ധവളപത്രത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വീഡിയോ. എന്നാൽ പതിവ് പോലെ ഇതും CPMന് ബൂമറാങ്ങായി മാറി. ഇനി ധവളപത്രം വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ജനീഷ് കുമാറിന്റെയും റിയാസിന്റെയും പൊടി പോലും പിന്നീട് കണ്ടില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും സതീശൻ അംഗീകരിക്കുന്നില്ലെന്നും ഞാനാണ് ശരിയെന്ന ഭാവം തന്നെയാണ് ആ ഒരു നിലയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ മുഖ്യമന്ത്രിയെ എത്തിച്ചതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണ് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രമെന്നും അത് തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് ബാക്കി നമുക്കൊന്ന് വായിച്ചതിനു ശേഷം ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുവരും വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്നാൽ പോയി വരാമെന്ന് പറഞ്ഞു പോയ ഇരുവരും ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് താഴെ വൻ പൊങ്കാലയുമാണ് ഇരുവർക്കും ലഭിക്കുന്നത്. ധവളപത്രം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് CPMനെ വിമർശിച്ചിട്ടുള്ള മറുപടിയായിരുന്നു സതീശൻ നിയമസഭയിൽ നൽകിയത്. AI ഉപയോഗിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് ഏറ്റവും ഒടുവിലായി CPMന് സാധിച്ചിട്ടുള്ളത്. അല്ലാതെ സതീശൻ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായി മറുപടി നൽകാൻ CPMന് സാധിക്കുന്നില്ല. ഇക്കാരണത്താൽ ഇരുവരും ഓടി ഒളിച്ചതാകാമെന്നാണ് സൈബറിടത്തിലെ പരിഹാസം.